الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മുഴുവൻ സമയങ്ങളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി നിലകൊള്ളണമേ എന്ന് സ്വന്തത്തോടുന്നതുപോലെ വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഹിദായത്ത് എന്നുള്ളത്. ഹിദായത്ത് ലഭിക്കാനും അത് മറ്റുള്ളവർക്ക് എത്തിക്കുവാനുമായി മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തിയ ശ്രമങ്ങളും ത്യാഗങ്ങളുമെല്ലാം മനസ്സിലാക്കുകയും അതനുസരിച്ചുകൊണ്ട് റബ്ബേ ഞങ്ങളും ആ മാർഗത്തിലുണ്ട് എന്ന് പ്രഖ്യാപിച്ച് ബലിയറുത്ത് അത് ഭക്ഷിച്ച് മറ്റുള്ളവർക്ക് വിതരണം നൽകി ഇരിക്കുകയാണ് നമ്മൾ. പെരുന്നാളെല്ലാം കഴിഞ്ഞു. ഇനി എന്താ, ഇനി അടുത്ത നോമ്പ് വരെ സുഖമായിട്ട് എങ്ങനെങ്കിലൊക്കെ ഉണ്ടാവാം. നോമ്പിനെ മതി, ഒക്കെ മടക്കി വെക്കാം അല്ലെ? അങ്ങനെ ഏതെങ്കിലും സീസൺ വരുമ്പോൾ ഉണ്ടാവേണ്ടതല്ല. ഇബാദത്തുകള് ഈമാൻ. നമ്മൾ പറയുകയുണ്ടായ നിനക്കുറപ്പായ മരണം നിന്നെ കണ്ടുമുട്ടുന്നത് വരെ നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടേ ഇരിക്കണം, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്. അങ്ങനെ അതുകൊണ്ട് തന്നെ
മില്ലത്ത് ഇബ്രാഹിം സ്വീകരിച്ച മുസ്ലിങ്ങൾ അവർക്ക് വിശ്രമമില്ല. ലോകത്ത് ശിർക്കും ബിദ്അത്തും ഹറാമും അക്രമങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ വ്യക്തിതലത്തിലും കുടുംബ സാമൂഹിക തലങ്ങളിലെല്ലാം അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്ത് നടക്കണം. അതുകൊണ്ട് എന്നാൽ കഴിയുന്നത് എന്ത് ചെയ്യും ഞാൻ എന്ന ചിന്തയിലും അതിന്റെ പ്രവർത്തനങ്ങളുമാകണം എല്ലാ മുഅ്മിനുകളും മുഅ്മിനത്തുകളും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാണ് ഹിദായത്ത് എന്ന് പറഞ്ഞല്ലോ. അള്ളാഹു ആദം അലൈഹിസ്സലാമിനോട് തന്നെ അത് പറഞ്ഞു, فَإِمَّا يَأْتِيَنَّكُم مِّنِّي هُدًى فَمَن تَبِعَ هُدَايَ فَلَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ. നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള ഹിദായത്ത് മാർഗം നിങ്ങൾക്ക് വന്നെത്തും. അപ്പോൾ അത് പിൻപറ്റുന്നവരാരോ അവർക്ക് ജീവിതത്തിൽ ഭയവും വ്യാകുലതയുമില്ല എന്ന് ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് സന്തോഷമാണ്. കാലാകാലങ്ങളിലായി അതിന്റെ രൂപങ്ങളും ഭാവങ്ങളും മാറി. ആദം അലൈഹിസ്സലാമിനോട് പറഞ്ഞ ശരീഅത്തായിരുന്നില്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ളത്. എന്നാൽ അതിന്റെ അഖീദ ഒരേ ഒരു കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. അത് പറയാനാണ് ആദം അലൈഹിസ്സലാം വന്നത്. അത് പറയാൻ തന്നെയാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും വന്നത്. അത് നമുക്ക് ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന രൂപത്തിൽ വളരെ ലളിതമായി സുന്ദരമായി നമുക്ക് പഠിപ്പിച്ചു തരുന്ന തൗഹീദ് എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ ഈമാൻ ബിൽ ശുഅബ. ഈമാന് 70-ൽ പരം ശാഖകളുണ്ട്, വകുപ്പുകളുണ്ട്. ഫഅഫ്ളഹുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കലാണ്. വഅദ്നാഹ ഇമാതത്തുൽ അദാ അനി ത്വരീഖ്. അതിന്റെ ഏറ്റവും ഈമാന്റെ ചെറിയ ലക്ഷണം വഴിയിലുള്ള ഉപദ്രവങ്ങൾ നീക്കലാണ്. വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു ലജ്ജ, തിന്മയോട് തിന്മ കാണുമ്പോൾ അത് പ്രവർത്തിക്കുമ്പോൾ ഒരു ഷെയിം, അത് ഈമാനിന്റെ ഒരു ഭാഗമാണ് എന്ന്. അപ്പൊ നമുക്ക് 3 പറഞ്ഞിട്ടുള്ളൂ, ബാക്കി എത്ര ഉണ്ട്? 67 ഉണ്ട് അല്ലെ? അതിങ്ങനെ ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ സമയങ്ങളിൽ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ നിദാനമായ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിക്കാൻ തയ്യാറാകണം. എല്ലാ സന്ദർഭത്തിലും നമുക്ക് ചെയ്യാവുന്ന ഇബാദത്താണ് ഖുർആൻ പഠനം എന്ന് പറയുന്നത്. അത് റമളാനിലുമുണ്ട്, ദുൽഹജ്ജയിലുമുണ്ട്, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ഉള്ളതാണ് ഖുർആൻ. പക്ഷെ ആ ഖുർആൻ എങ്ങനെ പഠിക്കണം? ഇന്ന് ഖുർആൻ ഓതുന്ന ആൾക്കാർ ധാരാളം ഉണ്ട് അല്ലെ? മുമ്പത്തെ പോലെ അല്ല. എല്ലാ പള്ളിയിലും ഇപ്പൊ ഹാഫിളുമാരാണ് ഇമാമ്. മുമ്പൊക്കെ 10-15 സൂറത്ത് അറിയുന്ന ആരെങ്കിലേക്ക് ഉണ്ടാവുള്ളൂ. 1 ജുസോ 2 ജുസോ ഒക്കെ അറിയുന്ന ഇമാമാണെങ്കിൽ ഇന്ന് എല്ലാ പള്ളികളിലും ഹാഫിളുകളാണ് ഇമാമുമാർ. അതുപോലെ ധാരാളം വീടുകൾ സാധാരണക്കാരുടെ മക്കള്, പണ്ഡിതന്മാരുടെ മക്കളൊന്നല്ല, സാധാരണക്കാരുടെ മക്കൾ തന്നെ ഹാഫിളുകളാകണമെന്ന്. അങ്ങനെ ഹാഫിളുകൾ വർദ്ധിച്ച ഈ കാലഘട്ടത്തിൽ, സുന്ദരമായി ഖുർആൻ ഓതുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചരിത്രത്തിൽ ലോകമുണ്ടായതിൽ ഇന്ന് വരെ ഏറ്റവും കൂടുതൽ ശിർക്ക് വർദ്ധിച്ചൊരു കാലഘട്ടമാണ്. എല്ലാ അമ്പിയാക്കളുടെ കാലത്തുമുള്ള തിന്മകൾ ഇപ്പോഴുണ്ട്. ആദം നബി അലൈഹി സ്വലാം മുതൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാ നബിമാരുടെയും കാലത്തുണ്ടായി എല്ലാ തിന്മകളും ഇപ്പോഴുണ്ട്. അപ്പോഴൊക്കെ ഓരോ തിന്മകളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴോ എല്ലാം ഉണ്ട്. ഏത് തിന്മയാ ഇല്ലാത്തത്? പക്ഷെ ഖുർആൻ ധാരാളം ആളുകൾ ഓതുന്നു, പഠിക്കുന്നു. ഈ ഖുർആന്റെ ആളുകൾ എന്ന് അറിയപ്പെടുന്ന ആളുകൾ ഇതൊക്കെ റിസർവ് ആവുന്നുണ്ട്. അവരിതിന് ഒഴിവില്ല. ഇവിടെ എന്തെല്ലാം തിന്മകളുണ്ടോ ആ തിന്മയിലൊക്കെ മുസ്ലിം പേരുകളുണ്ട്, മുസ്ലിം നാമധാരികൾ അതിനൊക്കെ ഭാഗവാക്കാകുന്നുണ്ട്. എന്താ ഇതിങ്ങനെ സംഭവിക്കുന്നത്? അവിടെയാണ് അള്ളാഹു നമുക്ക് നൽകിയ ഹിദായത്ത് ശരിയായി നാം മനസ്സിലാക്കുന്നില്ല എന്നത്. ഖുർആൻ പഠിക്കുന്നില്ല, ഓതുന്നേ ഉള്ളൂ. ഖുർആൻ ഓതുന്നേ ഉള്ളൂ, പഠിക്കുന്നില്ല.
നമസ്കാരത്തിൽ ഓടുന്ന സൂറത്ത് ആകെ കുറച്ച് സൂറത്ത് എല്ലാവർക്കും അറിയാം, അതിന്റെ അർത്ഥം പോലും അറിയാത്ത ആളുകളാണ്. അപ്പൊ നിസ്കരിക്കും എന്ത് ഇഖ്ലാസ് ഉണ്ടാവുക? അതിങ്ങനെ ഓതുമ്പോ അതിന്റെ അർത്ഥം അറിയില്ലെങ്കിൽ എന്ത് ഇഖ്ലാസ് ഉണ്ടാവുക? ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം നമുക്കറിയില്ലെങ്കിൽ ഒരു ദിവസം 17 പ്രാവശ്യം നമ്മൾ ഓതുന്ന ഫാത്തിഹ സൂറത്ത്, എന്നിട്ട് അതിന്റെ അർത്ഥം അറിയില്ലെങ്കിൽ പിന്നെ എന്ത് നിസ്കാരം, എന്ത് ഇബാദത്താണ്? ഇബാദത്തിന്റെ മാത്രമല്ല, കുടുംബജീവനം ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ് കേസുകൾ വരുന്ന എവിടുന്ന ത്വലാഖ് നടക്കുന്ന വിവാഹ ബ്യൂറോകളും വിവാഹ ഗ്രൂപ്പുകളൊക്കെ നോക്കി തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹമോചിത. എന്ത് പിന്നെ ആരുടെ കാരണമാണ് ഇപ്പൊ വിവാഹമോചിത ആവാൻ കാരണം? എന്തിപ്പോ ഇങ്ങനെ ആവാൻ? അപ്പോൾ ഇവിടെയാണ് ഖുർആൻ പഠിക്കുന്നില്ല, ഖുർആൻ പഠിപ്പിക്കുന്നില്ല. ഖുർആൻ ഓതുന്നുണ്ട്, ഓദിപ്പിക്കുന്നുണ്ട്. ഖുർആൻ പഠിക്കാൻ തയ്യാറായാൽ ഇതിനൊക്കെ വളരെ മോശമായിരുന്ന സമൂഹമായിരുന്നു റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടായിരുന്ന അറബികൾ. ആ അറബികളുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ റളിയല്ലാഹു അൻഹു, അല്ലാഹു അവരെ തൃപ്തിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന അല്ലാഹു പറഞ്ഞു, റളിയല്ലാഹു അൻഹു വറളു അൻഹു, അല്ലാഹു അവരെയും അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണത്? തന്റെ രക്ഷിതാവിനെ ഭയപ്പെട്ടുകൊണ്ടാണ്, ആ റബ്ബിനെ ഭയപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെ തൃപ്തി നേടിയത്. സൃഷ്ടാവായ നാഥനുണ്ട് എന്നുള്ള ഒരു ഭയമില്ലായ്മ. ആരെയും പേടിയില്ലല്ലോ, വാപ്പാനെ പേടിയില്ല, ഉമ്മാനെ പേടിയില്ല, ആരും പേടിയില്ല എന്ന മക്കൾക്ക്. അപ്പൊ ചോദിക്കും എന്താ ചെയ്താൽ, എന്താ പോയാൽ, എന്താ പറഞ്ഞാൽ? ഇങ്ങനെ ചോദിക്കുന്ന ജനറേഷനാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് എന്താണ് എന്താണ്? അവിടെ അല്ലാഹു എന്ന ഒരു ഭയം, പടച്ച റബ്ബുണ്ട്, അവനാണ് മാതാപിതാക്കളെ അനുസരിക്കാൻ പറഞ്ഞത്, അവനാണ് നമ്മെ സൃഷ്ടിച്ചത്, നമുക്ക് ജീവൻ നൽകിയവൻ അവനാ, അവനിലേക്ക് തിരിച്ചു ചെല്ലേണ്ടവരാണ് നമ്മൾ എന്ന ഒരു ബോധം അടിസ്ഥാനപരമായി ഉണ്ടാകുന്നില്ല. കാരണം ഖുർആൻ പഠിക്കുന്നില്ല. അതുകൊണ്ട് കേവലം പാരായണത്തിനപ്പുറം മനസ്സിൽ ഖുർആൻ സ്വാധീനിക്കണം. റമളാനിന്റെ മാത്രം ഓതാനുള്ളതല്ല, ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ഭാഗമാകാനുള്ള ഏത് സമയത്തും ഓതാനുള്ള, പഠിക്കാനുള്ളതാണ്. മറ്റുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് പോലെയല്ല ഖുർആൻ കേൾക്കേണ്ടത്. അതിൻ്റെതായ ഗൗരവവും മഹത്വവും നൽകണം. ഖുർആൻ ഓതുമ്പോൾ അത് കേൾക്കേണ്ടത്, അതിനെക്കുറിച്ച് ചിന്തിക്കുക. അള്ളാഹ് ചോദിക്കുന്നുണ്ട് ഖുർആൻ, അഫലാ യതദബ്ബറൂന ഖുർആൻ, നിങ്ങൾ എന്തേ ഖുർആനെ കുറിച്ച് ചിന്തിക്കാത്തത്? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, നിങ്ങളുടെ ഹൃദയങ്ങൾ പൂട്ടി വെച്ചിരിക്കുകയാണോ? എന്തേ നിങ്ങളത് തുറക്കാത്തത്? എന്തേ നിങ്ങൾ ഖുർആനെ കുറിച്ച് പഠിക്കാത്തത്, ചിന്തിക്കാത്തത് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നമ്മോട് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല ഖുർആൻ കേൾക്കുമ്പോൾ വളരെ ശ്രദ്ധയുണ്ടാവണം. അതിനോട് ശ്രദ്ധയോടെ, ആഗ്രഹത്തോടെ, നിശബ്ദമായി കേൾക്കണം. സൂറത്ത് അറാഫ് റബ്ബ് പഠിപ്പിക്കുന്നു, വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു, ഖുർആൻ നിങ്ങളുടെ ഇടയിൽ ഓതപ്പെട്ടാൽ നിങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കുകയും നിശബ്ദമായിരിക്കുകയും ചെയ്യണം. ലഅല്ലകും തുർഹമൂൻ, എങ്കിൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യം വർഷിച്ചേക്കാം. അള്ളാഹുവിന്റെ കാരുണ്യം, ഖുർആൻ ഓതുന്നത് കേട്ടാൽ, ശ്രദ്ധിച്ച് കേട്ടാൽ പോലും കാരുണ്യം കിട്ടുന്ന മഹത്തായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതുപോലെ ഖുർആൻ പാരായണം ചെയ്യുമ്പോ അതിന്റെ അർത്ഥം മനസ്സിലാക്കി ആ ഖുർആൻ പാരായണം ചെയ്താൽ അവരുടെ ഈമാൻ വർദ്ധിക്കും. അല്ലാഹു പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹുവിനെ കുറിച്ച് അവരോട് പരാമർശിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയം വിറയ്ക്കുന്നതാണ്. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ, അല്ലാഹു ആരാണെന്നറിയാൽ, അല്ലാഹുവിനെ മനസ്സിലാക്കിയാൽ, അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പേടിയുണ്ടാവും. ശരീരത്തിന് കുളിരിങ്ങനെ കോരും, ആ രോമങ്ങൾ ഇങ്ങനെ എഴുന്നേൽക്കും. അതിനെന്ത് ചെയ്യണം? അല്ലാഹ് ആരാന്ന് അറിയണം. ഇതാകെ ഒരു അലിഫും 2 ലാമും 1 ഹാവും. അല്ലാഹ് എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മരുത് മാത്രമാണ്, അല്ലെ? അതിനപ്പുറത്ത് ആ എഴുത്തിന്റെ ഉടമസ്ഥനായ പടച്ച റബ്ബ് ആകാശഭൂമികളും അതിനിടയിലെല്ലാം നിയന്താവായ സംരക്ഷകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല
അവന്റെ അറിവില്ലാതെ, സംരക്ഷണമില്ലാതെ, ഉദ്ദേശമില്ലാതെ ഒരു ഇലപോലും കൊഴിയുകയില്ല, കാറ്റ് ചലിക്കുകയില്ല, ഒരു വസ്തുക്കൾക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇല്ല, ഏറ്റവും വലിയ ദുരന്തം കേട്ട് നടുക്കത്തിലപ്പം നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് വലിയ ഒരു വിമാന അപകടമുണ്ടായി. 250ഓളം ആളുകൾ മരണപ്പെട്ട്, അതിൽ കൂടിയിട്ടുണ്ടോന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ആരുടെ തെറ്റല്ല, അല്ലെ? ഒരു തീവ്രവാദിയും പോകുമ്പോട്ടതല്ല, സാധനം പൊന്തിയില്ല. എന്തേ ഫ്ലൈറ്റ് പൊന്താതിരുന്നത്? അത് എഞ്ചിന് ഓയിൽ ഇല്ലാണ്ടാണോ, പെട്രോൾ ഇല്ലാണ്ടാണോ, അല്ലെങ്കിൽ പരിചയമുള്ള ഡ്രൈവർമാര് പൈലറ്റുമാരില്ലാണ്ടാണോ? അല്ല, പടച്ച റബ്ബ് നമുക്ക് കാണിച്ചിരുന്നു. എന്നിട്ട് അതിൽ നിന്ന് ഒരാളെ മാത്രം രക്ഷപ്പെടുത്തുക, ഒരാളെ മാത്രം രക്ഷപ്പെട്ടിരിക്കുകയാണ്. പലപ്പോഴും അത്ര ചിന്തകൾ നമുക്ക് തരാറുണ്ട്. വലിയ ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടായാൽ 5ഉം 6ഉം വയസ്സായ കുട്ടി മാത്രം മരിക്കാണ്ട് സ്ലാബിന്റെ അടിയിൽ നിന്ന് കിട്ടും. വലിയ ജിംനാസികളൊക്കെ മരിച്ചിട്ടുണ്ടാവും. ഇത് പടച്ചവൻ കാണിച്ചിരുന്നു. ഈ ലോകത്തിന്റെ നിയന്ത്രണം, ജീവിതവും മരണവും എന്റെ കയ്യിലാണ്. അവനാണല്ലോ ജീവിതവും മരണവും നൽകിയവൻ. നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നതെന്ന് കണ്ടറിയുന്നതിന് വേണ്ടി, പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് റബ്ബ് നിങ്ങൾക്ക് ജീവിതം നൽകിയിട്ടുള്ളത്. അപ്പോ അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മോട് പറയുന്നത്, നിങ്ങൾ എവിടെ എത്തിയിട്ടില്ല, നിങ്ങൾ തോന്നി ഞങ്ങൾ എവിടേക്കോ എത്തി, എവിടെ എത്തിയിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കിയത് ഉപയോഗിക്കണമെങ്കിൽ, അത് ഉപകരിക്കണമെങ്കിൽ എന്റെ അനുഗ്രഹം, എന്റെ ആശീർവാദം ആവശ്യമാണ് എന്ന് റബ്ബ് നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ഓരോ സംഗതികൾ ഉണ്ടാകുമ്പോ അതിനാരും കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ശൈലിയും ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും നന്നാക്കാൻ പഠിപ്പിക്കുക. തിരിച്ചു വരേണ്ടവരാ നിങ്ങൾ, ഇല്ലേ? അതിൽ ഓരോരുത്തരുടെയും അതിൽ പോയ ആളുകളുടെ കഥകളൊക്കെ യൂട്യൂബിൽ ഇങ്ങനെ അതിന് പോയതാണ്, ഇതിന് പോയതാണ്, അയാൾ കൊണ്ടുപോയതാണ്, അയാൾ വിളിച്ചുകൊണ്ട് പോയതാണ്, ഇല്ലേ? വെറുതെ വീട്ടിലിരിക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറയുന്നത്. പക്ഷെ സമയമായി വിളിച്ചുകൊണ്ട് പോയതല്ല, ആ സമയമായി അവരുടെ മരണത്തിന്. എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കുമാറാകട്ടെ, അല്ലെ? അതിൽ മരിച്ച എല്ലാവരുടെയും കുടുംബത്തിന് അല്ലാഹു സമാധാനവും സന്തോഷവും, അല്ലാഹു അതിന് പകരം ആശ്രയവും അല്ലാഹു നൽകുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, അങ്ങനെ അപ്പോൾ ഈ ഖുർആൻ അത് പഠിക്കുമ്പോഴാണ് താൻ ആരാണ്, ഈ പ്രപഞ്ചം എന്താണ്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാനാണ്, എന്റെ ഇവിടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, എന്റെ മാർഗം എന്താണ് എന്നുള്ളൊരു വിശാലതയിലേക്ക്. കിണറിലെ തവള പുറത്തേക്ക് വരണമെങ്കിൽ, കിണറിൽ കിടക്കുന്ന തവളയുടെ ലോകം കിണറാണ്, അതിന്റെ അപ്പുറത്തെ ലോകമല്ല. അതുപോലെ കിണറിലെ തവള നമ്മൾ ആവരുത്. നമ്മൾ ഈ ലോകത്തെ കുറിച്ച് അറിയണം, ലോകത്തിന്റെ സൃഷ്ടാവിനെ കുറിച്ച് അറിയണം, എന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയണം. അപ്പൊ നമുക്കൊരു ബോറടി ഉണ്ടാവില്ല. എന്നത്തെ മക്കൾക്കൊക്കെ ബോറടിയാണല്ലോ, അല്ലെ? ചെറിയ കുട്ടികൾ വരെ പറഞ്ഞു ബോറടിക്കണേ. എത്ര 4-5 വയസ്സായ കുട്ടികൾ വരെ ബോറടിക്കാൻ തുടങ്ങി. അവർക്ക് നമ്മളൊക്കെ ചെറുപ്പത്തിൽ വല്ല ബോറടി ഉണ്ടായിരുന്നു നമുക്ക്, അല്ലെ? ബോറടി എന്നുള്ളത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാതാപിതാക്കളോട് പറയുന്ന കുട്ടികൾ. എന്തിനു കാരണം? ചെറിയവർ മുതൽ വലിയവർ വരെ ഒന്നും ചെയ്യാറില്ല, വെറുതെ തിന്നാ, ഉറങ്ങാ, കുടിക്കുക, കിടക്കരുത്, പിന്നെ ബോറടിക്കായിരിക്കുമോ? ജീവിതത്തിൽ ലക്ഷ്യം മനസ്സിലാക്കിയ സമയം തികയൂല, പിന്നെ ഒന്നിനും സമയം ഉണ്ടാവില്ല ബോറടിക്കാനൊന്നും. അതുകൊണ്ട് ആ വിശാലതയിലേക്ക്, ആ പ്രവർത്തനക്ഷമതയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ വിശുദ്ധ ഖുർആൻ പഠിക്കണം. ഖുർആൻ അവർക്ക് ഓതി കേൾപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ഈമാൻ വർദ്ധിക്കും. നമുക്കെപ്പോഴും ഈമാൻ വർദ്ധിച്ചിട്ടുണ്ട? നമുക്ക് അർത്ഥം അറിയില്ല. അതുകൊണ്ടാണ് നമ്മളതിന്റെ അർത്ഥം അറിയണം. നിങ്ങൾ ഏതെങ്കിലും സൂറത്ത് അർത്ഥം പഠിച്ചിട്ട് എന്നിട്ട് ആ സൂറത്ത് ഓതി നോക്കിയേ, അപ്പോ നിങ്ങളുടെ ഈമാൻ വർദ്ധിക്കും, അല്ലെ? അല്ലെങ്കിൽ പിന്നെ അറബ് ഭാഷ പഠിക്കണം. ഹാഫിദായിട്ടില്ലെങ്കിലും അറബ് ഭാഷ അറിയുന്ന ആളുകളാണെങ്കിൽ, നിരന്തരം ഖുർആൻ ഓതുന്നവരാണെങ്കിൽ അവർക്ക് ഇമാം ഓതിയാലും തെറ്റ് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാമെന്ന് അറിയില്ല, കാരണം ഹാഫിദല്ല. പക്ഷെ ആ ഓതുന്നത് തെറ്റി എന്നറിയാൻ കഴിയും, അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയും, അതിലൂടെ ആ തഖ്വയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോ അതുകൊണ്ട് ഖുർആൻ പഠിക്കുക, അറബ് ഭാഷ പഠിക്കുക എന്നുള്ളത് വളരെ അനുഗ്രഹമുള്ള കാര്യമാണ്. അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്.
അള്ളാഹു ആർക്ക് നന്മ ഉദ്ദേശിക്കുന്നുവോ അവർക്ക് ദീനിനെ കുറിച്ച് അറിവ് നൽകുന്നില്ല. അതുകൊണ്ട് ബുദ്ധിയുള്ളവർക്കൊക്കെ കോളേജിലും ദർസിലും പോണ്ട, സ്വന്തം കയ്യിൽ മൊബൈലിൽ ഇരുന്നിട്ട് അറിവ് പഠിക്കാം. വല്ല സംശയമൊക്കെ വരുമ്പോൾ ഉസ്താദുമാരോടൊന്ന് ചോദിക്കുകയും ചെയ്യാം. അങ്ങനെ പഠിച്ചാൽ ഒരുപാട് നന്മകൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് അവർ തങ്ങളുടെ രക്ഷിതാവിന് ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങളും ഏൽപ്പിക്കുന്നവരാണ്. അപ്പൊ ഖുർആൻ ഓടുമ്പോ മുഅ്മിനീങ്ങൾക്ക് അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് അവർക്ക് രോമാഞ്ചമുണ്ടാകും, അവർക്ക് ഈമാൻ വർദ്ധിക്കും. അത് അറിയണമെങ്കിൽ നമ്മൾ അർത്ഥം പഠിക്കണം എന്നുള്ളതാണ്. ഖുർആന് ഒരു സൂറത്ത് പഠിക്കുമ്പോൾ അതിന്റെ വാക്കുകളുടെ അർത്ഥം പഠിച്ചാൽ അടുത്ത സൂറത്തിൽ അതേ വാക്കുകൾ വരാം. അങ്ങനെ കുറച്ച് സൂറത്തുകൾ വാക്കുകളുടെ അർത്ഥം ഇങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ മറ്റു സൂറത്തുകൾ ഓതുമ്പോൾ നമുക്ക് കുറെയൊക്കെ എന്ത് ചെയ്യും, കാര്യങ്ങൾ മനസ്സിലാവും. അങ്ങനെ പല ടെക്നിക്കുകളും ഉണ്ട് ഖുർആൻ പഠിക്കാൻ. ഖുർആൻ അതുപോലെ തന്നെ വിശ്വാസികളെ കുറിച്ചുള്ള പറയുകയാണ്. ഖുർആൻ ഓതുമ്പോ അവിടെ അവർക്ക് രോമാഞ്ചം ഉണ്ടാവുകയും അവരുടെ തൊലികളെ വിറക്കുകയും ചെയ്യും. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ മസാനി, സദൃശമായ ഒരേപോലെ തോന്നുന്ന ആയത്തുകളെ കൊണ്ട് സുന്ദരമായ ഈ വർത്തമാനം, ഈ ഹദീസ് ഖുർആൻ ഇറക്കിയത് അല്ലാഹുവാണ്. അത് കേൾക്കുമ്പോ തന്റെ രക്ഷിതാവിനോടുള്ള ഭയം കൊണ്ട് അവർക്ക് രോമങ്ങൾ അങ്ങനെ എഴുന്നേൽപ്പ് നിൽക്കും, അവിടെ തൊലികളിങ്ങനെ വരക്കാൻ തുടങ്ങും. പിന്നെ അവിടെ തൊലികളും അവിടെ ഹൃദയവുമെല്ലാം അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കുന്ന, അതിലേക്ക് സുക്കൂത്താവുന്ന അവസ്ഥയിലേക്ക് എത്തും. അതാണ് അള്ളാഹുവിന്റെ ഹിദായത്ത്. അവർ ഉദ്ദേശിക്കുന്നവർക്ക് അത് കൊടുക്കുന്നു. അവൻ ആരെ വഴിപിഴപ്പിച്ചുവോ അവരെ സന്മാർഗത്തെത്തിക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ മാർഗരേഖയാണ്. അത് പഠിച്ചാലേ കുടുംബ ജീവിതവും അതുപോലെ തന്നെ എല്ലാ ജീവിതവും നന്നാവുകയുള്ളൂ, ഒരു നല്ല മനുഷ്യനാവാൻ കഴിയുകയുള്ളൂ. പടച്ചോന്റെ അടുത്ത് പോയിട്ട് ചോദിക്കും, എന്തേ നീ ഇങ്ങനെ ആയത്? എനിക്ക് അറിയില്ലായിരുന്നു. എന്താ കാരണം? നിനക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നല്ലോ. വ്യക്തി ജീവിതം, കുടുംബ ജീവിതം, അല്ലെ, തുടങ്ങി സാമൂഹിക ജീവിതം, കച്ചവടം, കൃഷി, ഭരണം, നേതാവ്, അയൽക്കാരൻ, സഹോദരൻ, സഹോദരി, ഉമ്മ, വാപ്പ തുടങ്ങിയ ജീവിതത്തിന്റെ എല്ലാ റോളുകളും ഞാൻ നിനക്ക് പഠിപ്പിച്ചതില്ലേ? പിന്നെന്തേ നീ ഇങ്ങനെ ആയത്? അതിനത് പഠിച്ചിട്ട് വേണ്ടേ? പഠിച്ചിട്ടില്ല. പഠിച്ചോനെ ഖുർആൻ അറിയൂല, ഖുർആൻ പഠിച്ചിട്ടില്ല, അല്ലെ? ഇന്ന് എല്ലാ ഭാഷയിലും ഖുർആൻ അർത്ഥം ലഭിക്കുമോ? ഒരു ദിവസത്തിൽ ഒരു 1-2 പേജെങ്കിലും അർത്ഥസഹിതം ഒന്ന് ഓതി നോക്ക്. ഒരു കൊല്ലം കഴിയുമ്പോ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും, നമ്മുടെ വീട്ടില് മാറ്റങ്ങൾ ഉണ്ടാവും. അതിന്റെ അർത്ഥം ഇങ്ങനെ, ആ ഖുർആന്റെ അർത്ഥം തഫ്സീർ ഇങ്ങനെ വായിച്ചു പോയാൽ അതാണ് ഖുർആൻ മാറ്റും. അത് എന്ത് ചെയ്യും? ഏറ്റവും ശരിയായതിലേക്ക് നിങ്ങൾ നയിക്കും. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഏറ്റവും കറക്റ്റായ ശരിയായ വഴിയിലേക്ക് ഖുർആൻ നിങ്ങളെ കൊണ്ടുപോകും. അതാണ് ഖുർആനിന്റെ മഹത്വം. അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുമ്പോ സത്യവിശ്വാസികളുടെ കണ്ണുകളിൽ നിറഞ്ഞൊഴുകും. ഇദാ തുത്ലാ അലൈഹിം ആയാതുർ റഹ്മാൻ ഖറൂ സുജ്ജദൻ വഖിയാ. കാരുണ്യവാനായ നാഥന്റെ ആയത്തുകൾ അവരേക്ക് ഓതിക്കൊടുത്താൽ അവർ കരഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് വീഴുന്നവരാണ്. കാരണം അത് അവരുടെ മനസ്സിന് അത്രമാത്രം ചലനങ്ങൾ ഉണ്ടാക്കും. ശരിയായ ജീവിത വീക്ഷണം നൽകുന്നതാണ് വിശുദ്ധ ഖുർആൻ. ഇന്നത്തെ പ്രശ്നം നേരത്തെ പറഞ്ഞതുപോലെ ശരിയായ ഒരു ജീവിത ലക്ഷ്യമില്ല എന്നുള്ളതാണ്. ജീവിതത്തിന് ശരിയായ ലക്ഷ്യമില്ല. എങ്ങനെയെങ്കിലും കുറെ പൈസ ഉണ്ടാക്കണം, എന്നിട്ട് കാണുന്ന എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ആസ്വദിക്കണം, ഇതിനപ്പുറത്ത് വേറെ ലക്ഷ്യമില്ല. അപ്പോൾ ഖുർആൻ പറയുന്നു, ഈ ജീവിതത്തിന്റെ നൈമിഷികതയെ കുറിച്ച്, നിശ്ചയതയെ കുറിച്ച്, വരാൻ പോകുന്ന ശരിയായ പാരത്രികമായ ലോകത്തെ കുറിച്ച്
വിശുദ്ധ ഖുർആൻ സൂചന നൽകുകയാണ്, നിന്റെ ജീവിതം ഈ ദുനിയാവിൽ സ്വയാഡംബരത്തോടെ ജീവിക്കുക എന്നുള്ളതല്ല. അതൊരു നിമിഷം കൊണ്ടൊരു ഫ്ലൈറ്റ് ക്രാഷിലോ അല്ലെങ്കിൽ കപ്പലപകടത്തിലോ അല്ലെങ്കിൽ ബസ് അപകടത്തിലോ ഒന്നുമില്ലെങ്കിലും ഒരു അറ്റാക്കിലോ തീരാവുന്നതേയുള്ളൂ. ഒരു നിമിഷം കൊണ്ട് ഒരു ദിവസം കൊണ്ട് തീരാവുന്നതേയുള്ളൂ. എന്നാൽ നിന്റെ ജീവിതം എന്ന് പറയുന്ന അതോടെ അവസാനിക്കുന്നില്ല. കോടാനക്കോടി വർഷമുള്ള തീരുമാനിക്കുന്ന അത്രയും കാലം എല്ലാ സുഖസൗകര്യത്തോടുകൂടിയും ജീവിക്കേണ്ടവരാണ് നിങ്ങൾ. അതിനുവേണ്ടിയുള്ള വിഭവങ്ങളെ സമാഹരിക്കുക, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുക എന്നത് മാത്രമാണ് ഈ ലോകത്തെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഇത് വിശുദ്ധ ഖുർആൻ ധാരാളം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ഒരു ലക്ഷ്യബോധം ഉണ്ടായാൽ ബോറടി ഉണ്ടാവില്ല, ഒരു നിരാശ ഉണ്ടാവില്ല, സങ്കടം ഉണ്ടാവില്ല, ആരോടൊരു അസൂയ ഉണ്ടാവില്ല, ഒരു വൈരാഗ്യം ഉണ്ടാവില്ല. കാരണം എന്തേ, ഈ ദുനിയാവിൽ ഞാൻ വന്നത് പരലോക സ്വർഗം നേടാനാണ്. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത്? അല്ലെ, നമ്മൾ അവിടുന്ന് നാട്ടിൽ പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ പോകാറുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് സീറ്റ് കിട്ടും ഇരിക്കാൻ, ഇതില് പ്ലാറ്റ്ഫോമിൽ, അല്ലെങ്കിൽ കിട്ടൂല. ചിലപ്പോ നമ്മൾ ഇരിക്കുന്നവർക്ക് ഫാൻ ഉണ്ടാവും, ചിലപ്പോ ഉണ്ടാവൂല. നമ്മൾ ആരെങ്കിലും പരാതി പറയാറില്ല, എനിക്ക് പ്ലാറ്റ്ഫോം പോയിട്ട് സീറ്റ് കിട്ടിയില്ല, ഞാൻ ഇരുന്നവർക്ക് ഫാൻ ഇല്ലാന്ന് പറയില്ലല്ലോ. ഇല്ല. എന്താ കാരണം? നമ്മളാ പ്ലാറ്റ്ഫോമിൽ സൂചിക്കാൻ പോയാറില്ല. നമ്മൾ എവിടെ പോയാണ്? നമ്മളെ ട്രെയിന് വരുന്നവരെ കുറച്ച് സമയം വിശ്രമിക്കണം. ട്രെയിന് വന്ന അതിൽ കയറി പോകണം, അതിന് സീറ്റ് റിസർവ് ചെയ്യണം, എന്നാലും സീറ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ പ്രയാസമാണ്. അല്ലെ? എന്നിട്ട് എവിടെയാണ് ഫ്ലൈറ്റിൽ കയറുന്നതിനാ? നമുക്ക് ലക്ഷ്യത്തിലെത്താനാണ്. അല്ലെ? അപ്പോ ഈ നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ ആ കാത്തിരിപ്പ് കേന്ദ്രവും വാഹനവും ഒക്കെ ലക്ഷ്യത്തിലേക്ക് പോകാനാണ്, ലക്ഷ്യത്തിലേക്ക് പോകാനുള്ളതാണ്. അതുപോലെ തന്നെയാണ് അല്ലാഹു റസൂൽ പറഞ്ഞു, നീ ദുനിയാവിൽ ഒരു വിരുന്നുകാരനെ പോലെയാവുക, അല്ലെങ്കിൽ യാത്രക്കാരനെ പോലെയാവുക. വിരുന്ന് പോയവർക്ക് നമ്മൾ പരാതി പറയില്ല, കിട്ടിയത് തിന്നിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ തിരിച്ചു വരും. അതേപോലെ അല്ലെങ്കിൽ യാത്രക്കാരൻ ഇടയ്ക്ക് താവളമടിക്കുമ്പോ കുറച്ചു സമയം വിശ്രമിക്കുന്ന പോലെ, അതാണ് ഈ ദുനിയാവ്. അങ്ങനെ ലക്ഷ്യബോധം നമ്മുടെ മക്കൾക്കും നമുക്കും ഉണ്ടായാൽ പ്രശ്നങ്ങള് തീർന്നു. ആ ലക്ഷ്യബോധം ഇല്ലാത്തതുകൊണ്ട് നിരാശയും കോപവും അസൂയയും പ്രശ്നങ്ങളും വൈരാഗ്യവും എല്ലാം ഉണ്ടാവുന്ന ഒരു കാരണം അതാ. അതുകൊണ്ട് പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല, ആകാശത്തിന് മഴ വർഷിക്കുന്നു, ഉണങ്ങിക്കറ വിണ്ടുകീരിക്കിറന്ന ഭൂമിയിലേക്ക് ആ മഴ പെയ്യുമ്പോൾ അതിൽ നിന്ന് ചെടികൾ ഇങ്ങനെ മുളച്ചു വരുന്നു, പൂക്കളും കായ്കളുമായിട്ട് നല്ല കണ്ണിന് കുളിർ നൽകുന്ന കാഴ്ചയാകുന്നു. അധികമാനം അത് കാണാൻ കഴിയില്ല. അല്പസമയമാകുമ്പോഴേക്കും മഴക്കാലം കഴിഞ്ഞ് വസന്തകാലം കഴിഞ്ഞ് വേനൽക്കാലം വന്നു. അങ്ങനെ ആ വെയിൽ കൊണ്ടുകൊണ്ട് ആ ചെടികളൊക്കെ വാടിക്കഴിഞ്ഞ് വൈക്കോലുകളായി ചണ്ടികളായി മാറി. പിന്നെ കാറ്റുകാലം വരുന്നു, ആ ചണ്ടികളെല്ലാം കാറ്റ് പറപ്പിച്ചു കൊണ്ടുവരുന്നു. ഇതുപോലെയാ ദുനിയാവ്. ഒരു മഴക്കാലം വരുന്ന ഒരു കാറ്റുകാലം വരുന്നതിനുള്ള പ്രക്രിയ പോലെ ജനിക്കുന്നു. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, അല്ലെ? അവസാനം കാറ്റാവുന്ന മഴത്തിൽ മുതൽ ചിലപ്പോൾ അടിച്ചുകൂട്ടിയൊക്കെ കൊണ്ടുപോകും. ഈ കുറച്ചു കാലം ഒരു എത്ര സുന്ദരമായിട്ട് ആ ജീവിതത്തെ കുറിച്ച് ഖുർആൻ പഠിപ്പിക്കും. നോക്കൂ, ഒരു മഴക്കാലം എന്നൊരു കാറ്റുകാട്ടുള്ള പ്രക്രിയ പോലെ ദുനിയാവിലെ ജീവിതമുള്ളൂ എന്ന് മനുഷ്യർ ചിന്തിപ്പിക്കുകയാണ്, അല്ലേ? എന്നിട്ടോ പല ആളുകളും ഇന്ന് ഈ ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ്, സമ്പത്തിന് വേണ്ടി. രണ്ട് കാര്യത്തിന് വേണ്ടി. ഒന്ന് മുതലുണ്ടാക്കാൻ, മറ്റൊന്ന് മക്കൾക്ക് സുഖിപ്പിക്കാൻ. ഇതിനു വേണ്ടിയ പലിശയ്ക്ക് വാങ്ങുന്നു, ലോൺ എടുക്കുന്നു, ആൾക്കാരെ പറ്റിക്കുന്നു, നുണ പറയുന്നു, ഹറാമുകൾ ചെയ്യുന്നു, എല്ലാം നന്മകളൊക്കെ ഒഴിവാക്കുന്നു, സമ്പത്തും സന്താനം. എന്നാൽ അതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നു, ഈ ലോകത്തേക്കുള്ളൊരു അലങ്കാരം, ഒരു അഴക് മാത്രമാണ് അത് കേട്ടോ, അത് പരലോകത്തിന് ഉപകാരമില്ല. എന്നാൽ അതിൽ നിന്ന് ബാക്കിയാകുന്നതുണ്ടല്ലോ, അഥവാ ഈ സമ്പത്തും സന്താനവും ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന നന്മകളുണ്ടല്ലോ, അമലുകളുണ്ടല്ലോ, സൽക്കർമ്മങ്ങളുണ്ടല്ലോ, അത് എന്റെ റബ്ബിൽ ബാക്കിയുണ്ടാവും.
അപ്പൊ മക്കളെ വളർത്തുമ്പോ ആ മക്കൾ ഒരു സൽക്കർമ്മമായി മാറണം. ഇതാരുടെ മോന? അൽഹംദുലില്ലാ നല്ല മോനാണ് കേട്ടോ, ഇതുപോലത്തെ മക്കൾ ഉണ്ടാവണം എന്ന് മറ്റുള്ളവർ ആഗ്രഹിക്കണം. ആ രൂപത്തിൽ സ്വലഹായ മക്കളെ വളർത്തണം. നിന്റെ സമ്പത്ത് നീ മരിച്ചാലും നിനക്ക് ഉപകരിക്കണം. ഇത് ഇന്ന ആള് ചെയ്യുന്നതാണ് കേട്ടോ, അൽഹംദുലില്ലാ ആ മനുഷ്യന്റെ ഖബർ അല്ലാഹ് വിശാലാക്കി കൊടുക്കട്ടെ. ഈ സ്കൂൾ ഇന്നാളെ കിട്ടിയതാണ് കേട്ടോ, ഈ പള്ളി ഇന്നാളെ ഉണ്ടാക്കിയതാണ് കേട്ടോ, ഈ റോഡിന് സ്ഥലം കൊടുത്ത് ഇന്നാളാണ് കേട്ടോ, ഈ കിണറ് ഉണ്ടാക്കിയത് ഇന്നാളാണ് കേട്ടോ. ഇങ്ങനെ നന്മകൾ ചെയ്തു വെച്ചുകൊണ്ട് നിനക്കൊണ്ട് കഴിയുന്നത് പോലെ നീ നന്മകൾ ചെയ്ത് ആളുകളെ സഹായിച്ചു കഴിഞ്ഞാൽ നിനക്കത് പരലോകത്തെ ബാക്കിയുണ്ടാവും. സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിനും സംസ്കാരത്തിനും നന്മയ്ക്കും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും എല്ലാം നിന്റെ സമ്പത്ത് ഉപയോഗിക്കണം, എന്നത് ബാക്കിയുണ്ടാവും. അല്ലെങ്കിലോ പട്ടിണി കിടന്ന് ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ പള്ളി പോകാതെ ഉണ്ടാക്കിയ പൈസ ഉണ്ടല്ലോ, നീ അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ കത്തിക്കുത്തും തല്ലും കേസും ഒക്കെയാണ്. എത്രയോ നമ്മുടെ കൺമുമ്പിൽ കാട് പിടിച്ച് കിടക്കുന്ന ഏക്കറക്കണ സ്ഥലം, എന്നിട്ട് മക്കൾ പോയി വാടകയ്ക്ക് താമസിക്കുന്നു. എന്താ കാരണം? തീരുമാനമുള്ള കേസ് കോടതിയില്ല. സ്ഥലമല്ലാണ്ടല്ല, സ്ഥലത്ത് കാട് പിടിച്ച് കിടക്കുന്നത് ആൾക്കാർക്ക് ശല്യമായിരിക്കുന്നു, അവിടെ പാമ്പും അതോ കുറുക്കരയും കൊണ്ട്. പക്ഷെ മക്കളൊക്കെ പോയി വാടകയ്ക്ക് താമസിക്കുന്നു. ഇതാണ് അവസ്ഥ അല്ലേ? സമ്പത്തുണ്ടായാൽ അവിടെ പ്രശ്നമാണ്. അതുകൊണ്ട് നീ വിട്ടുപോകുന്ന സമ്പത്ത് നിനക്ക് പരലോകത്ത് നന്മയുണ്ടാവുന്ന രൂപത്തിലാവണം. മക്കൾ തീരില്ലാത്തവരാണെങ്കിൽ ശരിയല്ലെങ്കിൽ ഓരോരുത്തർക്കും നിശ്ചയിച്ച് വസീയത്ത് ചെയ്ത് നിന്റെ പേര് മോശമാകാത്ത, സമൂഹത്തിൽ പ്രശ്നമുണ്ടാകാത്ത രൂപത്തിൽ വിട്ടുവെക്കോ. പണ്ടൊക്കെ നമ്മള് കാരണന്മാർക്ക് മരിച്ച ഒരു കുഴപ്പമില്ല, അതൊക്കെ മക്കള് മഹലിലെ മുത്തവല്ലിയോ കാവിനെ ആരെയും പിടിച്ചുകൊടുത്ത് ഭാഗം വെക്കും. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് പ്രശ്ന അവരുടെ സമ്പത്തുള്ളവർ ഓർത്തോ, ജീവിക്കുന്ന കാലത്ത് തന്നെ അത് പ്രശ്നമാണ്. മക്കളെ സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വടക്കാകാത്ത രൂപത്തിലൊക്കെ ചെയ്തു വെച്ചു, അല്ലെങ്കിൽ അത് പ്രശ്നമാണ്, പ്രയാസമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷെ നിങ്ങളെ കാലശേഷമാണ് കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പരിപാടിയിലാവും. അങ്ങനെ അവസ്ഥ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ദീന് പഠിക്കാനുള്ള കുഴപ്പമാണ്, ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ്. അത് വിശുദ്ധ ഖുർആൻ പഠിച്ചാൽ അത് കൃത്യമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ വേദഗ്രന്ഥം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തിന്റെ വല്ലാത്ത മാറ്റമാണ് ഉണ്ടാകുക. ജീവിതം, ഞാനിത് പറയുന്ന വെറുതെ ഇങ്ങനെ സമയം കളയാൻ വേണ്ടി പറയുന്നൊരു ടോക്കല്ല, മറിച്ച് ഇന്ന് മുതൽ നിങ്ങൾ ദിവസവും പോട്ട് ഒരു പേജ് കൂടുതൽ ഒരു പേജ് ഖുർആൻ എടുത്തിട്ട് അതിന്റെ അർത്ഥം നിങ്ങൾ വായിച്ചു നോക്കുക, അതിന്റെ വിശദീകരണം. എങ്കിൽ ഒരു മാസം നിങ്ങൾ അങ്ങനെ തുടരും, ജീവിതത്തിൽ തീർച്ചയായും മാറ്റം ഉണ്ടാവും മുഅ്മിനീങ്ങൾക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവുമായി ഹിദായത്തായി നൽകിയ ഖുർആൻ പഠിക്കാനും അത് സമൂഹത്തിൽ ദഅവത്ത് ചെയ്യാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി യഹ്മദു റബ്ബുനാ വ യർളാ وصلى الله وسلم على نبينا محمد وآله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ ഭയപ്പെട്ട് പരിപൂർണ്ണ മുത്തഖിയായി മുസ്ലിമായി കൊണ്ട് മാത്രം ഈ ലോകത്തിൽ നിന്ന് വിടകൊള്ളണേ എന്ന് സ്വന്തത്തോടുന്നത് പോലെ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഈ ആയത്ത് വല്ലാത്ത ഒരു ചിന്തയാണ് നമുക്ക് നൽകുന്നത്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിം, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കല്ലേ എന്നുള്ള പറയണം. എപ്പോഴാ മരിക്കുക? എന്നാ പിന്നെ അപ്പം മുസ്ലിം ആകാം അല്ലെ? പറ്റുമോ? സമയം അറിയോ? സന്ദർഭം അറിയോ? ആ ഫ്ലൈറ്റിൽ കയറിയ ആളുകൾ ആരെയും വിചാരിച്ചുണ്ടോ? ലണ്ടനിൽ പോയിട്ട് വലിയ ജീവിത സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി പോകുന്ന ആളുകളാണ് അല്ലെ? അതിന്റെ താഴെ താമസിച്ചിരുന്ന ആ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ വിചാരിച്ചിട്ടുണ്ടോ ഇത് ഞങ്ങളുടെ തലയിലേക്ക് ഇത് വന്നു പോലും ഞങ്ങൾ മരിക്കുന്നു, ഡോക്ടറാകാൻ വേണ്ടി നാട്ടിൽ നിന്ന് എത്ര സ്വപ്നം കണ്ടുകൊണ്ട് അവരെ പറഞ്ഞയച്ചത്. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ അത്തരം അധ്യാപകത്തിന് അമ്മയും നമ്മുടെ സമൂഹത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ മരണം എപ്പോഴും നമ്മുടെ മുന്നിൽ ഏതെങ്കിലും രൂപത്തിലുണ്ട്. സമയമാകുമ്പോൾ അത് വരും, പക്ഷെ നമ്മൾ പോകാൻ എപ്പോഴും റെഡിയാവണം. എന്ന് പറഞ്ഞാൽ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമാണ് എന്നുള്ള ഐഡന്റിറ്റി, ആ കൾച്ചർ, ആ സ്വഭാവം, സംസ്കാരം
കാത്തു സൂക്ഷിക്കണം, അത് മക്കളെ പഠിപ്പിക്കണം. എപ്പോ മരിച്ചാലും മുസ്ലിമായി മരിക്കാൻ കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ധാരാളം സഹോദരിമാർ, ഒരു സഹോദരിയുടെ നേരത്തെ ഫോൺ ചെയ്തിരുന്നു, ഒരു ബയോപ്സിക്ക് അയച്ചിട്ടുണ്ട്, അത് എന്താണ് റിസൾട്ട് എന്നറിയില്ല, പ്രാർത്ഥിക്കണമെന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുപോലെ ധാരാളം രോഗികളായ ആളുകളുണ്ട്. അള്ളാഹു അവർക്കെല്ലാം രോഗത്തിന് ശമനം നൽകുമാറാകട്ടെ. മാരകമായ മോശമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആരോഗ്യമുള്ള ദീർഘായുസ്സ് നമ്മുടെ മാതാപിതാക്കൾക്കും മുഅ്മിനീങ്ങൾക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، ولا تشبه حلقنا بالنار، ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على محمد وآله والحمد لله رب العالمين.